ഹലോ ഫ്രണ്ട്സ്, കേരള PSC ക്ലാസ് റൂമിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ലോജിക് ഫാമിലീസുമായി ബന്ധപ്പെട്ട എന്ന് വെച്ചാൽ നിങ്ങൾ കേട്ടിട്ടുണ്ട് ലോജിക് ഫാമിലീസ് RTL എന്നും ECL എന്നും DTL എന്നും TTL എന്നും CMOSും അതെല്ലാം കേട്ടിട്ടുണ്ട്. അന്നേരം ഈ ലോജിക് ഫാമിലീസുമായി ബന്ധപ്പെട്ട കുറച്ച് MCQs ആണ്. അന്നേരം ഇത് മൊത്തത്തിൽ നമുക്ക് ഒറ്റ പാർട്ടിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ട് 2 പാർട്ടായിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. അന്നേരം പാർട്ട് 1 വീഡിയോ ആണ് ഇത്. ഇതിനകത്ത് നമ്മൾ RTLും DTLും ഈ 2 ലോജിക് ഫാമിലീസിനെ പറ്റിയും ഡീറ്റെയിൽഡായിട്ട് പഠിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരും അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ക്ലാസ്സിലേക്ക് കടക്കാം. Resistor transistor logic or RTL is a class of digital circuits built using dash as input network and dash as switching devices. അന്നേരം RTLനകത്ത് നമ്മൾ ഇൻപുട്ട് നെറ്റ്വർക്കായിട്ട് എന്താണ് യൂസ് ചെയ്യുന്നത്, എന്താണ് സ്വിച്ചിങ് ഡിവൈസസ് ആയിട്ട് യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നിങ്ങൾ നോക്കുക. അപ്പോൾ നമ്മളിവിടെ RTLനകത്ത് നമ്മൾ ഇൻപുട്ട് നെറ്റ്വർക്കായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് റെസിസ്റ്റേഴ്സും അതേപോലെ സ്വിച്ചിങ് ഡിവൈസസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് BJTയും ആയിരിക്കും. സോ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഇൻപുട്ട് നെറ്റ്വർക്ക് റെസിസ്റ്റർ, സ്വിച്ചിങ് ഡിവൈസസ് BJT. അടുത്ത ക്വസ്റ്റ്യൻ, RTL കൺസിസ്റ്റ് ഓഫ് എ കോമൺ എമിറ്റർ സ്റ്റേജ് വിത്ത് ഡാഷ് കണക്റ്റഡ് ബിറ്റ്വീൻ ബേസ് ആൻഡ് ദ ഇൻപുട്ട് വോൾട്ടേജ് സോഴ്സ്. ഓപ്ഷൻ എ കളക്ടർ, ഓപ്ഷൻ ബി ബേസ് റെസിസ്റ്റർ, ഓപ്ഷൻ സി കപ്പാസിറ്റർ, ഓപ്ഷൻ ഡി ഇൻഡക്ടർ. ഇപ്പോൾ RTLിൽ ബേസിനും അതേപോലെ ഇൻപുട്ട് വോൾട്ടേജ് സോഴ്സിനും ഇടയിൽ കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു ബേസ് റെസിസ്റ്ററാണ്. ദ റോൾ ഓഫ് ദ ബേസ് റെസിസ്റ്റർ ഈസ് ടു എക്സ്പാൻഡ് ദ നെഗ്ലിജിബിൾ ട്രാൻസിസ്റ്റർ ഇൻപുട്ട് വോൾട്ടേജ് റേഞ്ച് about 0.7 volt to the logical 1 level or about 3.5 volt by converting the input voltage into current. Thus, base resistor plays a major role in biasing of transistor. എന്നാൽ ഇവിടെ ഇതിന് രണ്ടിനും ഇടയിലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് എന്താണ്? ബേസ് റെസിസ്റ്ററാണ്. ബേസ് റെസിസ്റ്ററിൻ്റെ മെയിൻ റോൾ എന്ന് പറയുന്നത് എന്താണ്? ബയാസിങ് ആണ്. ട്രാൻസിസ്റ്ററിനെ ബയാസ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ റോൾ ഓഫ് ദ ഡാഷ് ഈസ് ടു കൺവേർട്ട് കളക്ടർ കറണ്ട് ഇൻ ടു എ വോൾട്ടേജ് ഇൻ RTL. അന്നേരം കളക്ടർ കറണ്ടിനെ വോൾട്ടേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന റോൾ ഏതാണ് ചെയ്യുന്നതെന്നാണ്. ഓപ്ഷൻ എ കളക്ടർ റെസിസ്റ്റർ, ഓപ്ഷൻ ബി ബേസ് റെസിസ്റ്റർ, ഓപ്ഷൻ സി കപ്പാസിറ്റർ, ഓപ്ഷൻ ഡി ഇൻഡക്ടർ. അപ്പം കളക്ടർ റെസിസ്റ്ററാണ് ഈ കളക്ടർ കറണ്ടിനെ വോൾട്ടേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ബേസ് റെസിസ്റ്ററിൻ്റെ ഫംഗ്ഷൻ നമ്മൾ നേരത്തെ പഠിച്ചു. ബേസ് റെസിസ്റ്ററിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ട്രാൻസിസ്റ്ററിനെ ബയാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബേസ് റെസിസ്റ്റർ യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ പ്രൈമറി അഡ്വാൻറ്റേജ് ഓഫ് RTL ടെക്നോളജി വാസ് ദാറ്റ്. The primary advantage of RTL technology was that it uses a minimum number of transistors. എന്താണ്? മിനിമം നമ്പർ ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് ആണ് ഏതിൻ്റെ പ്രൈമറി അഡ്വാൻറ്റേജ്? RTL ടെക്നോളജിയുടെ പ്രൈമറി അഡ്വാൻറ്റേജ്. ഇതിനകത്ത് റെസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഇൻപുട്ട് നെറ്റ്വർക്കായിട്ടും ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് സ്വിച്ചിങ് ഓപ്പറേഷന് വേണ്ടിയിട്ടുമാണ് ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡിസഡ്വാൻറ്റേജ് ഓഫ് RTL ഇസ് ദാറ്റ്. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞേ ഉള്ളൂ, RTLൻ്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്? ഹൈ പവർ ഡെസിവേഷനാണ് RTLൻ്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ്. That is, the disadvantage of RTL is its high power dissipation when the transistor is switched on by current flowing in collector and base resistor. This requires that more current be supplied to and heat be removed from RTL circuits. In contrast, TTL circuits with totem pole output stages minimize both of these requirements. TTL circuits with totem pole output stage minimizes dash. നമ്മളിപ്പം പറഞ്ഞു നിർത്തിയ പോയിൻ്റാണ്. TTL circuits with totem pole output stage minimize the power dissipation in RTL. അന്നേരം ടോട്ടം പോൾ ഔട്ട്പുട്ട് സ്റ്റേജിൽ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? പവർ ഡെസിപ്പേഷനും അതേപോലെ ഹീറ്റിംഗ് എഫക്റ്റും RTLനകത്ത് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ടോട്ടം പോൾ യൂസ് ചെയ്യുന്നത്. The minimum number of transistors can be used by 2 input AND gates. The minimum number of transistors can be used by 2 input AND gate is 2 and maximum up to 3. അന്നേരം മിനിമം നമ്പർ ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? ആൻസർ 2 ആണ്. അവിടെ മാക്സിമം നമ്പർ ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്തായി മാറും? 3 ആയി മാറും.
അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ DTL ലോജിക് ഗേറ്റിംഗ് ഫംഗ്ഷൻ ഈസ് പെർഫോംഡ് ബൈ. DTL ലോജിക്കിൽ ഗേറ്റിംഗ് ഫംഗ്ഷൻ പെർഫോം ചെയ്യുന്നത് ഡയോഡാണ്. ഡയോഡ് സെർവ് ആസ് ദ ഇൻപുട്ട് നെറ്റ്വർക്ക് ആൻഡ് ദ സ്വിച്ചിങ് ഓപ്പറേഷൻ ഈസ് പെർഫോംഡ് ബൈ ദ ട്രാൻസിസ്റ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി സ്റ്റേജസ് എ DTL കൺസിസ്റ്റ് ഓഫ്. ഒരു DTLന് മെയിനായിട്ട് 3 സ്റ്റേജസ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഇൻപുട്ട് ഡയോഡ് ലോജിക് സ്റ്റേജ്, സെക്കൻഡ് വൺ ഇൻ്റർമീഡിയറ്റ് ലെവൽ ഷിഫ്റ്റിംഗ് സ്റ്റേജ്, തേർഡ് വൺ ഔട്ട്പുട്ട് കോമൺ എമിറ്റർ ആംപ്ലിഫയർ സ്റ്റേജ്. അങ്ങനെ 3 സ്റ്റേജസ് ആണ് ഇതിനുള്ളത്, ഒരു DTLന് ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ DTL പ്രൊപ്പഗേഷൻ ഡിലേ ഈസ് റിലേറ്റീവ്ലി. DTLൻ്റെ കേസിൽ പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറയുന്നത് ബാക്കിയുള്ളതുമായിട്ട് കമ്പയർ ചെയ്യുമ്പം എന്താണ്? DTLൽ പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറയുന്നത് ലാർജാണ് ബാക്കിയുള്ളതായിട്ട് കമ്പയർ ചെയ്യുമ്പം. അന്നേരം പ്രൊപ്പഗേഷൻ ഡിലേ എന്താണെന്ന് നോക്കാം. പ്രൊപ്പഗേഷൻ ഡിലേ റെഫേഴ്സ് ടു ദ ടൈം ടേക്കൺ ബൈ ദ ഔട്ട്പുട്ട് ടു ചേഞ്ച് ഇറ്റ്സ് സ്റ്റേറ്റ് വെൻ ദ ഇൻപുട്ട് ഈസ് ആൾട്ടേർഡ്. അന്നേരം ഇൻപുട്ടിന് ഉണ്ടാകുന്ന ചേഞ്ചിന് അനുസരിച്ച് അതിൻ്റെ ഔട്ട്പുട്ടിന് ചേഞ്ച് ഉണ്ടാവാനെടുക്കുന്ന ആ സമയത്തിനെയാണ് എന്തെന്ന് പറയുന്നത്, പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറയുന്നത്. When the transistor goes into saturation from all inputs being high, charge is stored in the base region. When it's come out of saturation, this charge has to be removed and will dominate the propagation time, which results as a large propagation delay. Thus, it has small ക്ലോക്ക് ഫ്രീക്വൻസി. അന്നേരം ഇവിടെ പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറയുന്നത് ലാർജാണ്, ക്ലോക്ക് ഫ്രീക്വൻസി എന്ന് പറയുന്നത് സ്മാൾ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ വേ ടു സ്പീഡ് അപ്പ് DTL ഈസ് ടു ആഡ് ആൻ എക്രോസ് ഇൻ്റർമീഡിയറ്റ് റെസിസ്റ്റർ ഈസ്. സോ DTLന് സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻ്റർമീഡിയറ്റ് റെസിസ്റ്ററിന് എക്രോസ് ആയിട്ട് എന്താണ് കണക്ട് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. അന്നേരം നമ്മളിവിടെ കണക്ട് ചെയ്യുന്നത് എ സ്മാൾ സ്പീഡ് അപ്പ് കപ്പാസിറ്ററാണ് ഇൻ്റർമീഡിയറ്റ് റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് വെക്കുന്നത്. ഓക്കെ, അന്നേരം ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓൺ ദ വേ ടു സ്പീഡ് അപ്പ് DTL ഈസ് ടു ആഡ് എ സ്മാൾ സ്പീഡ് അപ്പ് കപ്പാസിറ്റർ അക്രോസ് ദ ഇൻ്റർമീഡിയറ്റ് റെസിസ്റ്റർ. ദ കപ്പാസിറ്റർ ഹെൽപ്സ് ടു ടേൺ ഓഫ് ദ transistor by removing the storing base charge. The capacitor also helps to turn on the transistor by increasing initial base drive. അടുത്ത ക്വസ്റ്റ്യൻ, the major advantage of DTL over the earlier resistor transistor logic അല്ലെങ്കിൽ RTLുമായിട്ട് കൺസിഡർ ചെയ്യുമ്പം DTLൻ്റെ മേജർ അഡ്വാൻറ്റേജ് എന്താണെന്നാണ്. മേജർ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്, ഇൻക്രീസ്ഡ് ഫാനിനാണ് മേജർ അഡ്വാൻറ്റേജ്. അന്നേരം ഫാനിന് എന്താണെന്ന് നോക്കാം. ഫാനിൻ ഈസ് ദ മെഷർ ഓഫ് മാക്സിമം നമ്പർ ഓഫ് ഇൻപുട്സ് ദാറ്റ് എ സിംഗിൾ ഗേറ്റ് ഔട്ട്പുട്ട് ക്യാൻ അക്സെപ്റ്റ്. അന്നേരം ഒരു സിംഗിൾ ഗേറ്റ് ഔട്ട്പുട്ടിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നമ്പർ ഓഫ് ഇൻപുട്ട്സിനെയാണ് എന്തെന്ന് പറയുന്നത്, ഫാനിൻ എന്ന് പറയുന്നത്. അന്നേരം ഇൻക്രീസ്ഡ് ഫാനിനാണ് മേജർ അഡ്വാൻറ്റേജ് ഓഫ് DTL ഓവർ RTL. അടുത്ത ക്വസ്റ്റ്യൻ, ടു ഇൻക്രീസ് ഫാൻ ഔട്ട് ഓഫ് ദ ഗേറ്റ് ഇൻ DTL. ഒരു DTLൽ ഫാൻ ഔട്ട് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്ഷൻ എ an additional capacitor may be used, option B an additional resistor may be used, option C an additional transistor and diode may be used, option D only an additional diode may be used. So to increase fan out of the gate in DTL, an additional transistor and diode may be used. Here the fan out എന്ന് വെച്ചാൽ എന്താണ്, fan out means the number of maximum input that a single gate output can feed. Fan out means the number of maximum input that a single gate output can feed. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ക്ലാസ് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത്. അടുത്ത ക്ലാസ്സുമായി കാണാം. ബൈ ബൈ.